ബേസിക് ഹാൻഡ് എംബ്രോയ്ഡറി സീരീസിൽ ഇനി നമ്മൾ ചെയ്യുന്നത് ജർമ്മൻ നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ്. ഇത് ബ്ലാങ്കറ്റ് സ്റ്റിച്ചിൻ്റെ ഒരു വേരിയേഷൻ സ്റ്റിച്ചാണ്. സാധാരണ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് പോലെ തന്നെയാണ്, പക്ഷേ ഓരോ സ്റ്റിച്ചിൻ്റെയും വശത്ത് ഒരു ചെറിയ നോട്ടഡ് എഫക്റ്റ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ ജർമ്മൻ നോട്ടഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് വിളിക്കുന്നത്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം. ഇതിനു വേണ്ടി 2 ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സൂചി പുറത്തേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് താഴത്തെ ലൈനിലെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് കുറച്ച് മാറി സൂചി കുത്തിയതിന് ശേഷം അതിന് നേരെ മേലെ ആദ്യത്തെ ലൈനിലൂടെ സൂചി പൊക്കിയെടുക്കുക. പൊക്കിയെടുക്കുമ്പോൾ സൂചിയുടെ പുറകിലേക്ക് ത്രെഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ആ സ്റ്റിച്ചിനോട് ചേർന്ന് വീണ്ടും ഒരു സ്റ്റിച്ച് അതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം ആ 2 ത്രെഡിൻ്റെ ഉള്ളിലൂടെ സൂചി ഇതുപോലെ ഇട്ട് ഒന്ന് വലിച്ചു മുറുക്കുക. അപ്പോൾ അവിടെ ഒരു നോട്ട് പോലെ കിട്ടും. വീണ്ടും കുറച്ച് മാറി ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം അതിന് തൊട്ടടുത്ത് വീണ്ടും ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ 2 സ്റ്റിച്ചിൻ്റെയും ഉള്ളിലൂടെ ത്രെഡ് ഇട്ട് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുക. സാധാരണയായി ഈ സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് ബ്ലാങ്കറ്റിൻ്റെ എഡ്ജിന് വേണ്ടിയും ഡെക്കറേറ്റീവ് ബോർഡറിന് വേണ്ടിയും വൂളൻ എംബ്രോയ്ഡറി വർക്ക്സിന് വേണ്ടിയുമാണ്. ഇത് സാധാരണ ബ്ലാങ്കറ്റ് സ്റ്റിച്ചിനേക്കാൾ കൂടുതൽ സ്ട്രോങ്ങും ഡെക്കറേറ്റീവ് ലുക്കും നൽകുന്നു.